ദേ ഈ കാണുന്ന മുതലുണ്ടല്ലോ, ഇത് എവിടെ നിന്ന് വന്ന് ചാടിയതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒരാഴ്ച മുന്നേ തോന്നുന്നു ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയപ്പോൾ ഉണ്ടല്ലോ, ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു, കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് എന്നാലും ഞാൻ പറയുന്നു ഒരു കുട്ടി എന്ന് വിളിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ചേച്ചി എന്ന് വിളിച്ചിട്ട് എന്നെക്കാൾ ഏജ് കുറവാണ്, എന്നെ എന്തിനാ ചേച്ചി വിളിച്ചതെന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കാരണം അപ്പോൾ പറഞ്ഞു, ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് രേണുസുധീനെ പോലെ എനിക്ക് വൈറലാവണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് ഈ കൊച്ചിനെ ഇങ്ങനെ പറയുന്നത്, ഈ കൊച്ചിൻ്റെതായ ഒരു സംഭവം ഇല്ലേ എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഈ കൊച്ചിൻ്റെ വീഡിയോ എല്ലാം, ഈ പെണ്ണിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്ത് നോക്കി. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നിലും ഈ പെണ്ണ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രേണു എന്ന് പറഞ്ഞ വ്യക്തി, എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ, സുധിച്ചേട്ടൻ മരിച്ചുപോയി, അതിനുശേഷം ആ സുധിച്ചേട്ടൻ്റെ ഒരു നെയിമുള്ള കാരണം സുധിച്ചേട്ടൻ്റെ വൈഫാന്നുള്ള രീതിയിൽ കയറി വന്നതാണ്. അല്ലാണ്ട് കാണാൻ ഭംഗിയുണ്ടായിട്ടോ അല്ലെങ്കിൽ ആക്ടിങ് നന്നായിട്ടോ ഒന്നുമല്ല. ആ ഒരു സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ളൊരു നിലയിൽ ആ ചേട്ടൻ ഇല്ലാത്ത കാരണം ആ ചേട്ടൻ്റെ വൈഫിനെ ആൾക്കാർ കയറ്റിക്കൊണ്ടു വന്നതാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, തെറ്റാണോ ക്ഷമിക്കുക. പക്ഷേ ഈ പെണ്ണ് രേണുവിനെ പറഞ്ഞ് വന്നിട്ട്, പക്ഷെ രേണു ഈ പെണ്ണ് കാണിക്കുന്ന പോലെ ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഈ പെണ്ണ് എന്നെ കാണിച്ചു കാണുന്നത് ഏത് വീഡിയോസില്ല, ഈ പെണ്ണിൻ്റെ ഏത് വീഡിയോസിലാണ് പെണ്ണ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചേക്കുന്നത്? ഏതെങ്കിലും ഒരു വീഡിയോസിൽ ഈ പെണ്ണ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നോക്കിയപ്പം നമ്മൾ മാന്യമായിട്ടൊരു മോഡൽ കാണുമായിരിക്കും, പക്ഷേ ഈ പെണ്ണിൻ്റെ കണ്ടിട്ട് എനിക്ക് അത്രയും വലിയ മോഡലാന്ന് തോന്നില്ല. പക്ഷേ ഈ പെണ്ണിന് എല്ലാ ഡ്രസ്സും ഭയങ്കര വൈഡായിട്ടുള്ള ഡ്രസ്സാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര വൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡാണ്. നമ്മൾ ഒരു ആൾ ഡ്രസ്സ് ധരിക്കുന്നത് എന്തിനാ? ഈ ഡ്രസ്സ് എന്തിനാണ് ധരിക്കുന്നത്? മറയ്ക്കേണ്ടത് മറയ്ക്കാൻ വേണ്ടിയിട്ടില്ല ഈ ഡ്രസ്സ് ധരിക്കുന്നത്. അല്ലാണ്ട് ഈ പെണ്ണ് ഇത്രയും വലിയ വൈഡായിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നിട്ട് സാരി ഉടുക്കുവാണെങ്കിലും, ആ പെണ്ണ് ഉടുപ്പിടുവാണെങ്കിലും, ജീൻസ് ഇടുവാണെങ്കിലും, എന്തിടുവാണെങ്കിലും കൂടുതൽ സാരി തന്നെയാണ് പെണ്ണ് പിടിച്ച് കയറിയിരിക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈ പെണ്ണ് ഒരു ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വൈഡായിട്ട് കഴുത്തൊക്കെ കൂടുതൽ ധരിച്ച് ആ ഒരു പെണ്ണ് വന്നേക്കുന്നത്. അത് കാണുമ്പോൾ ആൾക്കാർ നോക്കുമെന്നാണ് തോന്നുന്നത്. അല്ല, ഞാനൊരു ചോദിക്കുക പെണ്ണിനോട് ഞാൻ പറയുവാണ്, നീ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് നല്ല രീതിക്ക് നിൻ്റെ ആക്ടിങ്ങും നല്ല രീതിയിലും വന്നാണ് ആൾക്കാർ വൈറലാക്കും. പക്ഷെ നീ ഏതൊരു വീഡിയോയിൽ വ്യൂസ്, പക്ഷെ ആ വ്യൂസൊക്കെ നിൻ്റെ ഡ്രസ്സ് കാണുമ്പോഴല്ലോ കുറേ ആൾക്കാർ, കുറേ ആണുങ്ങളുണ്ടാവും നിൻ്റെ ആ ഡ്രസ്സിലൂടെ കാണാൻ വേണ്ടിയിട്ട്. നിനക്ക് ആ ഒരു സൗന്ദര്യത്തിലൂടെയാണോ നിനക്ക് വൈറലാവേണ്ടത്? അല്ലാണ്ട് മാന്യമായിട്ടല്ലേ? നീ രേണുസുധീനെ കുറ്റം പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം രേണുസുധീൻ്റെ വീഡിയോ രണ്ടെണ്ണം ഞാനും വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം റോട്ടിൽ വെച്ചെന്തോ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നീ ആരെ കുറ്റം പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നിൻ്റെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നിൻ്റെ ഈ ഓവർ ആക്ടിങ് കാണുമ്പോൾ സത്യം പറയാൻ മുത്തേ സഹിക്കാൻ പറ്റുന്നില്ല. നീ മാന്യമായിട്ടുള്ള ഡ്രസ്സ് നീ എന്ന് ധരിച്ച് വന്നിട്ട് ഒരു വീഡിയോ നിനക്ക് ക്ലിക്കാക്കാൻ പറ്റുമോ? അത് നീ ക്ലിക്കാക്ക്. അല്ലാണ്ട് നീ ഇങ്ങനെ വൈഡായിട്ടും അവിടെ കുറച്ച് ഇവിടെ കുറച്ച് കാണിച്ചുകൊണ്ട് വന്നിട്ടല്ല നീ ക്ലിക്കാവാൻ ശ്രമിക്കേണ്ടത്, കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അവക്കടെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും വരണ്ട. ബട്ട് ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ വിട്ടേരെ. ഓക്കെ ബൈ.